ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇരുമ്പുപ്പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള പുളി പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓരോ നാട്ടിൽ ഈ പുളിക്ക് ഓരോ പേരാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൽ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ആവശ്യമുള്ള അത്രയും പുളി നമ്മൾ മരത്തിൽ നിന്നും പിച്ചിയെടുക്കുന്നുണ്ട്. ആവശ്യമുള്ള പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പുളി ക്ലീൻ ചെയ്തെടുക്കുന്നതിന് കൂടൊപ്പം തന്നെ ഒരു പച്ചമുളകും 2 ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. അരപ്പിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ആവശ്യമുണ്ട്. അതിന് കുറച്ച് നല്ല ജീരകവും ഇച്ചിരി കടുകും ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ പച്ചടിക്കൊക്കെ അരക്കുന്ന പാകം അറിയാമല്ലോ, അതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇന്ന് ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഇരുമ്പുപുളി ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. മീൻ കറി വെക്കാനൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതേ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു, അതിട്ട് കൊടുക്കാം. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൽ കൂടാരം അതിലാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൽ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഉള്ളിയിട്ട് മൂപ്പിച്ച് കൊടുത്ത് ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉണക്കമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇരുമ്പിപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വാടി വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ജാറ് ഒന്ന് മയക്കി ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകണ്ട. എന്നിട്ട് നമുക്കതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചടി റെഡിയാകും. ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ ഉള്ളിൽ തളർക്കുന്നു മോഹം. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൻ കൂടാരം അതിലാണ് ആരാരോ നിറദീപം ചാർത്തുന്നു. അപ്പം നമ്മുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.